മുത്തുനബി വീണ്ടും പറയേ മരണത്തിന്റെ നേരമെത്തുമ്പോ ഒരാള് കഴുത മുക്രയിടുന്നത് പോലെ അലറുകയാണെങ്കിൽ, വലിയ അട്ടഹാസത്തിന്റെ മുരൾച്ച മുരളുകയാണെങ്കിൽ, കഴുത മുക്രയിടുന്നത് പോലെ അറബ് ശാലയിലെ മാടിന്റെ കണ്ടനാളത്തിലേക്ക് മൂർച്ചയുള്ള കത്തി വെച്ച് മുറിച്ചു തള്ളുമ്പോ ഏത് പ്രകാരം അത് മുരളുമോ, ഏത് പ്രകാരം അത് അലറുമോ, അതേപോലെ മരിക്കാൻ കിടക്കുന്നവൻ അലറുകയാണെങ്കിൽ അതുപോലെ തന്നെ മരിക്കാൻ കിടക്കുന്നവന്റെ നിറമൊക്കെ വികൃതമായി മാറുകയാണെങ്കിൽ അവന്റെ വായയിൽ നിന്ന് ഈളയും നുരയും പതയും ഒഴുകുകയാണെങ്കിൽ, മുത്തനബി പറയേ പല ഇത് ആത്മഹത്യ ചെയ്യുന്നവരിൽ വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു അടയാളം. ചിലർ പറയാറില്ലേ, അപ്പുറത്തെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ റൂമിൽ നിന്ന് വലിയ അലർച്ച കേട്ടു എന്നാ, ചെന്ന് നോക്കുമ്പോൾ തൂങ്ങി നിൽക്കേ അല്ലേ. ഈ വിഷം കഴിച്ചവരെ കണ്ടിട്ടില്ല, വിഷം കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് മരിച്ചു നോക്കുമ്പോൾ വായിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെ കിടക്കുന്നവരെ ചെന്ന് നോക്കുമ്പോഴത്തേ ഇളയും പതയും നുരയൊക്കെ വായിന്നൊഴുകെ. അവസ്മാര രോഗികളല്ല, അവർക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ വരാം. ഇത് അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ പെട്ടെന്ന് നോക്കുമ്പോൾ അങ്ങനെ വികൃതമായ നിറത്തിലേക്ക് മാറുന്നു. ഇങ്ങനെയൊക്കെ വന്നാൽ അല്ലാഹുവിന്റെ അദാബ് അയാളിൽ ഇറങ്ങിയിരിക്കെ മരണത്തിന്റെ ഭീകരമായ വേദന അയാളെ തിന്നെ എന്ന് വിലയിരുത്താമെന്ന് നബിയുനാ വഹബീബുനാ റസൂലുള്ളാഹി. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابشروا بالجنة التي كنتم توعدون. ഖുർആനിൽ ബയ്യന അല്ലാഹു അസ്സ വജൽ. ഇതിന്റെ ഇടയിൽ അസ്റായീലിനെ കണ്ടിട്ട് മരിക്കണം അല്ലേ? നമ്മൾ ഇപ്പൊ ഇവിടെ നിന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എളുപ്പത്തിലൊക്കെ പറയാൻ തോന്നും. പക്ഷെ അസ്റായീലിനെ കണ്ടിട്ട് വേണം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, ഈ നാവ് ചലിക്കാൻ പറ്റുമോ? നിങ്ങൾ ആലോചിക്കും പ്രിയപ്പെട്ടവരെ. അള്ളാഹു അവിടേക്ക് നമ്മളെ സലാമത്താക്കുമാറാകട്ടെ. അള്ളാഹുടെ തൗഫീഖ് കിട്ടണം. അതിനുവേണ്ടി റബ്ബിനോട് തേടണം. ജീവിതത്തെ നന്നാക്കാതെ ഒരു രക്ഷയില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. കാരണം അസ്റായീൽ പറഞ്ഞ കോലം എങ്ങനെയെന്നറിയോ? അതേ കേട്ടോ, വിശദീകരിക്കാൻ എനിക്ക് അധികം നേരെയില്ല. അസ്റായീൽ വരുന്ന കോല ഇബ്രാഹിം നബി ചോദിച്ചു ഒരിക്കൽ അസ്റായീലിനോട്, അസ്റായീലെ പാപികളുടെ റൂഹ് പിടിക്കാൻ വരുന്ന കോല എങ്ങനെയാണോ? അവിശ്വാസികളുടെയും തെമ്മാടികളുടെയും അക്രമികളുടെയും റൂഹ് പിടിക്കാൻ നീ വരുന്ന കോലുണ്ടല്ലോ, ആ കോലം ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. അസ്റായീൽ പറഞ്ഞു, ലാ തുതീഖു ദാലിക, തങ്ങളെ ചോദിക്കരുത്, ഞാനത് കാണിച്ചു തരൂല, നിങ്ങൾക്ക് കണ്ടിക്കാൻ കഴിയില്ല, നിങ്ങൾക്കത് കണ്ടിക്കാൻ കഴിയില്ല. മരണം ഉണ്ടല്ലോ, എന്തല്ലെങ്കിൽ നാളെ നമ്മളെ തേടി എത്തുമല്ലോ. നാളെ തന്നെ ആവോ അതേ ഇന്നാണോ എന്നറിയില്ല. അബൂ റബീനെ ഈ മജ്ലിസിൽ കൊണ്ടുവന്നത് വഅദ് പറയാനെന്ന് എൻ്റെ വിചാരം. ഉസ്താദ് വിളിച്ചത് വഅദ് പറയിപ്പിക്കാനാ. അള്ളാഹുടെ തീരുമാനം മറ്റൊന്നാണോ എന്ന് എനിക്ക് അറിയില്ല പ്രിയപ്പെട്ടവർ. നിങ്ങളും അങ്ങനെ തന്നെ, നിങ്ങളെ വഅദ് കേൾക്കാനാണ് നിങ്ങളെ ഉദ്ദേശം. പക്ഷെ അള്ളാഹുടെ ഉദ്ദേശം ഇവിടെ വെച്ച് മരിപ്പിക്കാനാണെന്ന് ആർക്കറിയാം? ഇതൊക്കെ ലക്ഷ്യങ്ങളൊക്കെ അള്ളാഹ്ക്കേ അറിയൂ എൻ്റെ പ്രിയപ്പെട്ടവരെ. അള്ളാഹു എവിടെ വെച്ച് മരിച്ചാലും ഈമാനോടെ മരിപ്പിക്കുമാറാകട്ടെ. അസ്റായീൽ വരുന്ന കോലം കാണണോ? ഇബ്രാഹിം നബിയോട് പറയേ, ലാ തുതീഖു ദാലിക, തങ്ങളെ നിങ്ങളത് കണ്ടിക്കില്ല, അതുകൊണ്ട് ചോദിക്കരുത്, ഞാനത് കാണിച്ചു തരൂല. ഇബ്രാഹിം നബി പറഞ്ഞു, കാണിക്കടോ അസ്റായീലേ. ഇതാരാ ഇബ്രാഹിം നബി? സ്വന്തം മകന്റെ കണ്ടനാളത്തിൽ കത്തിവെച്ച് മുറിക്കാൻ പറഞ്ഞിട്ട് പോലും ഇടറാതെ പതറാതെ തെറിക്കാതെ നിന്ന ആ ചഞ്ചല കരുത്തിന്റെ ഉടമ അല്ലേ? നിമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ നേരെത്തി അമ്പിലിങ്ങനെ കൊളുത്തി വെച്ചിരിക്കെ ഏത് നിമിഷവും വില്ലിൽ നിന്ന് തൊടുത്തു വിടും. അന്തരീക്ഷത്തിലൂടെ മൈക്രോ സെക്കൻഡുകൾ ഇങ്ങനെ പറന്ന് നേരെ ഈ തീജ്വാലയുടെ നടുത്തളത്തിലേക്ക് ചെന്ന് വീണ് ഭസ്മീകരിക്കപ്പെടും. ആ ഒരു അവസ്ഥയിലുള്ള ഒരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്ക്. എന്താ ആലോചിക്കാനാ? നമ്മളാണെങ്കിൽ അതിനകത്ത് തന്നെ മരിച്ചിട്ടുണ്ടാവും അറ്റാക്ക് വന്നിട്ട് അല്ലേ? ഇബ്രാഹിം നബി അങ്ങനെ ഇരിക്കെ മലക്കുകൾ കരയാൻ തുടങ്ങി. റബ്ബിനോട് ചോദിച്ചു, പടച്ചോനെ എന്താ ഇത്? നിന്റെ ഖലീലല്ലേ, ഇത് ഏത് നിമിഷവും കത്തിക്കപ്പെടും. അള്ളാഹ് തിരിച്ചു പറഞ്ഞു, അല്ല ജിബ്രീലേ,
എന്റെ ഖലീലൊക്കെ തന്നെ സഹായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, രക്ഷപ്പെടുത്തണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ അയാൾ ഇത്രയും നേരമായിട്ട് ആ അമ്പിന്റെ മുകളിലിരിക്കെ ഇത്ര നേരമായിട്ട് അയാൾ എന്നോട് എന്നെ രക്ഷപ്പെടുത്തണമെന്ന് ചോദിച്ചിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ രക്ഷപ്പെടുത്തും? അതുകൊണ്ട് നീ പോയിട്ട് പറയും, അള്ളഹാനോട് തേടാൻ പറയും. അള്ളാഹ്ക്ക് അറിയാം ഇബ്രാഹിം നബിയുടെ മനസ്സിലായി, എന്നാലും മലക്കിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആരാണ് എന്റെ മനുഷ്യനെന്ന അടിമയെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അതുകൊണ്ട് ജിബ്രീലെ നീ ചെന്നിട്ട് പറ, എന്നോട് ചോദിക്കട്ടെ, ചോദിച്ചാൽ ഞാൻ രക്ഷപ്പെടുത്താം. ജിബ്രീൽ അലൈഹി സ്വലാമ പെട്ടെന്ന് ഇറങ്ങി ഇബ്രാഹിം നബിയുടെ മുമ്പിലെത്തി. ഇബ്രാഹിം നബി എങ്ങനെ ഇരിക്കെ ഏത് നിമിഷവും വീഴും അഞ്ചിപ്പോകാത്ത കണ്ടുപിടിച്ച് നിമ്രൂദിന്റെ പടയാളികളൊക്കെ കത്തി എരിയുന്നത് ഇങ്ങനെ കാണാൻ കാത്തിരിക്കേ. ഉടനെ ചോദിച്ചു, അല്ല തങ്ങളെ, നിങ്ങൾ ഇത്രയും നേരമായിട്ട് റബ്ബിനോട് ചോദിച്ചില്ലല്ലേ രക്ഷപ്പെടുത്താൻ? ഇല്ല, ചോദിച്ചില്ല. എന്താ ചോദിക്കാത്തത്? ചോദിക്കേ, നിങ്ങൾ ചോദിച്ചാ രക്ഷപ്പെടുത്തു എന്നല്ല പറഞ്ഞിരിക്കെ. ഇബ്രാഹിം നബി അപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് ഇബ്രാഹിം നബി ജിബ്രീലിനോട് പറഞ്ഞെന്താണെന്നറിയോ? നമ്മളൊരു ചെറിയ പ്രയാസം വരുമ്പോൾ നെട്ടോട്ടോടെ അല്ലേ, നമ്മളെ കൂട്ടത്തിലുള്ളവർ ആത്മഹത്യ ചിന്തിക്കുക, അള്ളാഹു ഗതികേടും നമുക്ക് തരാതിരിക്കുമാറാകട്ടെ. അപ്പോഴും ചിരിച്ചിട്ട് തിരിച്ചു പറയേ, അല്ല ജിബ്രീലെ, എന്റെ അള്ളാഹ് അറിഞ്ഞൂടെ എന്നെ ഈ രീതിയിൽ തീയിലേക്കായി വലിച്ചെറിയപ്പെടണമെന്ന്? എന്നെ അതിനു വേണ്ടിയിട്ട് ഈ അമ്പിന്റെ മുകളിൽ കെട്ടിയിരുത്തിയിരിക്കണെന്ന് അള്ളാഹ്ക്ക് അറിയൂടെ? അതറിയാം. ഇനി ഞാൻ ചോദിച്ചിട്ട് വേണോ രക്ഷപ്പെടുത്താം? അവന് വേണോ രക്ഷപ്പെടുത്തിക്കോട്ടെ. ഇനി അവന് കത്തിക്കണമെന്നാണെങ്കിൽ അവൻ കത്തിച്ചോട്ടെ, എനിക്ക് യാതൊരു വിരോധമില്ല. ആ പവർ എന്ന് ആലോചിച്ചോ, ആ മനസ്സിന്റെ പവർ എന്ന് ആലോചിച്ചോക്ക് പ്രിയപ്പെട്ടവരെ. അതാ ഇബ്രാഹിം നബി. ഇബ്രാഹിം നബിയാ പറയണത് ഈ പാപികളുടെ അവിശ്വാസികളുടെ റൂഹ് പിടിക്കാൻ വരുന്ന കോലം ഒന്ന് കാണിച്ചു തരാൻ. അപ്പോഴാ അസ്രായീൽ ഈ കരുത്തുള്ള ഇബ്രാഹിം നബിയോട് പറയണത്, ലാ തുതീഖു ദാലിക, നിങ്ങൾ കണ്ടിക്കൂല തങ്ങളെ, അതുകൊണ്ട് എന്നോട് ചോദിക്കരുത്, ഞാൻ കാണിച്ചു തരൂല. ഇബ്രാഹിം നബി പറഞ്ഞ് കാണിക്കാതെ ഇനി ഇവിടുന്ന് പോവൂല. പ്രവാചകനല്ലേ, അത് വീട് കാണിക്കാൻ പാടില്ല. അപ്പൊ പിന്നെ കാണിച്ചു കൊടുത്തേ പറ്റൂ. എന്നാ കാണിച്ചാലേ പറ്റുള്ളൂ, അല്ലെങ്കിലേ അതെ കാണിച്ചാലേ പറ്റൂ. എന്നാ പിന്നെ തങ്ങൾ ഒരു മുൻവിധി വേണം. ഭീകരമാണ് ആ കോലം. എന്റെ ലോകത്തുള്ള മലക്കുകൾ പോലും പേടിച്ചു പോകുന്ന കോലമാണ് ആ കോലം. ഞാൻ നിങ്ങളെ മുമ്പിൽ കാണിക്കുമ്പോൾ അത് കാണാനുള്ള ഒരു കരുത്ത് ഇപ്പോഴേ നിങ്ങളെ മനസ്സിന് ഒരുക്കിയേക്കണം. അതൊക്കെ ഞാൻ ഒരുക്കിയേക്കാം, നിങ്ങൾ കാണിക്ക് അസ്രായീൽ എന്ന് പറഞ്ഞപ്പോ അസ്രായീൽ അലൈഹി സ്വലാം പറഞ്ഞു, ആയിരുന്നില്ല ഇബ്രാഹിം നബി, ഞങ്ങളൊന്ന് പിന്തിരിഞ്ഞ് നിൽക്കും. അല്ലെന്തോ സിറുണ്ടാവാം. ഇബ്രാഹിം നബി പിന്തിരിഞ്ഞു നിന്നു. ആ രോഗം, ആ കോലം മാറുന്നതൊന്നും കാണാൻ പാടില്ലാത്ത എന്തെങ്കിലും സിറുണ്ടാവാം. ഇബ്രാഹിം നബി തിരിഞ്ഞു. എന്തൊക്കെയോ പാദചലനങ്ങളോ വ്യത്യാസങ്ങളോ എന്തൊക്കെയോ അവിടെ നടന്നു. ഒരു ഇച്ചിരി നേരം കഴിഞ്ഞപ്പോ അല്ലാ, മരിക്കണ്ടേ ഉമ്മ, എന്റെ പൊന്ന് സഹോദരാ, എല്ലാരും മരിക്കും ഉസ്താദേ, അതുപോലെ ഞാനും മരിക്കും എന്നാണ് പറച്ചിലെങ്കിൽ ഒരു പ്രഹസനമായി കാണണ്ട മോനെ. മരിച്ചവരാരും തിരിച്ചു വരാത്തത് കൊണ്ടാ നീ മരണത്തെ നിർവികാരതയോടെ കാണുന്നത്. ആത്മാവുകളോട് സംവദിക്കാനും അവര് പറയുന്നത് കേൾക്കാനും നിന്റെ ശ്രവണബുധത്തിന്റെ ത്രാണിയുണ്ടെങ്കിൽ മയ്യത്തുങ്കര പള്ളിയുടെ ഓരത്തുള്ള കബറാളികളോട് ചെന്ന് ചോദിക്കേ, അവര് കണ്ട അസ്രായീലിനെ, അവരറിഞ്ഞ മരണത്തെ, അവര് രുചിച്ച മരണത്തിന്റെ ഭീകരതയെ ചോദിക്ക പൊന്നുമോനെ. അത് ചില്ലറയല്ല സഹോദരാ. അല്ലാ, ഇബ്രാഹിം നബി നിൽക്കുന്ന ഭൂമിയുടെ കണ്ടം മുഴുവനും കിടുങ്ങിപ്പൊട്ടി തകരുന്ന തരത്തിലുള്ള വലിയൊരു സ്ഫോടനാത്മകമായ ശബ്ദം കേൾക്കുന്നു. ഇബ്രാഹിം നബി നെഞ്ചിടിച്ചു പോകുന്നു. ആയിരുന്നില്ല ഇബ്രാഹിമേ തിരിഞ്ഞു നോക്ക്, ഇബ്രാഹിമേ തിരിഞ്ഞു നോക്ക്. ഇബ്രാഹിം നബി തിരിഞ്ഞു നോക്കുന്നു. അങ്ങനെ തന്നെ നിശ്ചലം നിന്നു പോകുന്നു. അല്ലാ, എന്തേ ഇബ്രാഹിം നബി അവിടെ കണ്ടതെന്നറിയുമോ? എന്റെ യുവാവേ ചിന്തിച്ചോ, എന്റെ പെങ്ങളെ ആലോചിച്ചോ. ഫൈദാഹുവ ബിറജുലിൻ അസ്വദാ, ഒരു കറുകറുത്ത വിശ്വരൂപം തന്റെ മുമ്പിൽ നിൽക്കുന്നു. ഖായിമുശ്ശരി, അതിന്റെ ജട കിട്ടിയ സടകുടഞ്ഞു കിടക്കുന്ന മുടി മുഴുവനും ഈ അന്തരീക്ഷത്തിലൂടെ ചക്രവാളം മുഴുവനും നിറഞ്ഞാടുന്നു. അതിന്റെ തലഭാഗം ആകാശത്തിന്റെ നീലിമയിലേക്ക് ഉരസി നിൽക്കുന്നു. അതിന്റെ കാൽപാദം ഭൂമിയിലേക്ക് പടർന്നു കിടക്കുന്നു. ഖായിമുശ്ശരി മുന്തിനുരീ,
ഭൂമി മുഴുവനും നശിപ്പിച്ച് കളയുന്ന തരത്തിലുള്ള മഹാദുർഗന്ധം ആ വിശ്വരൂപത്തിൽ നിന്ന് വമിച്ചുകൊണ്ടിരിക്കുന്നു. അസ്വദുസിയാബ്, ആ കറുപ്പിന്റെ പോലും വല്ലാത്ത ശക്തി കൂട്ടുന്ന തരത്തിലുള്ള വല്ലാത്ത കറുപ്പിന്റെ കരിമ്പടം ആ വിശ്വരൂപം ധരിച്ചിരിക്കുന്നു. യഖ്റുജു മിൻ ഫീഹി വമനാഖിരിഹി വമസാമിഇഹി ലഹ്ബുന്നാർ. അതിന്റെ വായ തുറന്നപ്പോ അതിന്റെ വായയിൽ കൂടെ, അതിന്റെ മൂക്കിൽ കൂടെ, അതിന്റെ ശ്രവണപുടങ്ങളിൽ കൂടെ ഈ ഭൂമി മുഴുവനും ഭസ്മീകരിക്കപ്പെടുന്ന തരത്തിലുള്ള വലിയ തീജ്വാലകൾ വമിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാ, അധിക നേരം ആ ഭയാനക രൂപത്തെ കണ്ടു നിൽക്കാൻ ഈ കരുകരുത്തിന്റെ പ്രതീകമായ ഇബ്രാഹിം നബിക്ക് കഴിഞ്ഞില്ല. ഉമ്മ, കഴിഞ്ഞില്ല സഹോദരാ. ഫൗസിയാല ഇബ്രാഹിം നബിക്ക് ഭയം കയറുന്നു. ഇബ്രാഹിം നബിയുടെ ബോധം മിന്നുന്നു. ഇബ്രാഹിം നബി ബോധമറ്റ് വീഴുന്നു. അസ്രായേൽ പഴയ രൂപത്തിലേക്ക് പെട്ടെന്ന് മാറുന്നു. എന്നിട്ട് ഇബ്രാഹിം നബിയെ തട്ടി വിളിക്കുന്നു. തങ്ങളോട് പറഞ്ഞില്ലേ തങ്ങളെ ആ ഭയാനകമായ രൂപം അങ്ങ് കണ്ടു നിൽക്കൂല എന്ന് ഞാൻ ആദ്യമേ അങ്ങയോട് പറഞ്ഞതല്ലേ? ഇബ്രാഹിം നബിയോട് മഹാനായ അസ്രായേൽ പറയുമ്പോ ഇബ്രാഹിം നബി കണ്ണ് മിടിച്ചുകൊണ്ട് അസ്രായേലിനോട് പറഞ്ഞതെന്തെന്നറിയുമോ? എന്തിനാണോ അസ്രായേലേ അല്ലാഹുക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് വേണ്ടി ഒരു നരകത്തിന്റെ തീക്ഷ്ണമായ തീജ്വാലകളെ എന്തിനാ റബ്ബ് പടച്ചിരിക്കുന്നത്? അതവർക്ക് വേണ്ട അസ്രായേൽ. ഖബറിൽ എന്തിനാണോ അത്തരക്കാരെ അല്ലാഹ് ശിക്ഷിക്കുന്നത്? വേണ്ട അസ്രായേലേ. അല്ലാഹുവിനെതിരെ തെമ്മാടിത്തരം പ്രവർത്തിക്കുന്നവരെ ശിക്ഷിക്കാനും വേദനിപ്പിക്കാനും ഭയപ്പെടുത്താനും ഒരു നരകം വേണ്ട, ഒരു ഖബർ വേണ്ട. നിന്റെ ഈ വിശ്വരൂപം മാത്രം മതിയടോ. അത് ഒരു വട്ടമൊന്ന് കണ്ടാൽ അത് തന്നെ മതി അവര് ചെയ്ത പാപങ്ങൾക്കുള്ള ശിക്ഷ അവരനുഭവിച്ച് തീർക്കാൻ, അവര് ഭയന്ന് വിറക്കാൻ, അവര് തകർന്നുടയാൻ. നിന്റെ ഈ വിശ്വരൂപം തന്നെ മതിയടോ എന്ന അനുഭവം മഹാനായ ഇബ്രാഹിം നബി വിവരിക്കുമ്പോ എന്റെ മയ്യത്തുങ്കരയിലെ ഉമ്മ അപൂർവപേരധികം വിവരിക്കാൻ നേരമില്ല. ചോദിക്കട്ടെ ഉമ്മ, ഈ രൂപത്തിലെങ്ങാനും അസ്രായേൽ എന്റെ ഉമ്മാടെ മുമ്പിൽ വന്ന ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ നാവ് ചലിക്കുമോ ഉമ്മ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ചെയ്തു കൂട്ടിയ അതിക്രമങ്ങളെ വെച്ചുകൊണ്ടൊന്ന് പറ. നിന്റെ വ്യക്തി ജീവിതത്തിന്റെ മോശത്തരങ്ങളെ വെച്ചുകൊണ്ട് പറ. അതിനെങ്ങാനും അല്ലാഹു വിലയിട്ടുകൊണ്ട് ഈ രൂപത്തിലെങ്ങാനും അസ്രായേലിനെ നിന്നിലേക്ക് പറഞ്ഞു വിട്ട് തന്നാൽ നീ ലാ ഇലാഹ ചൊല്ലുമോ പൊന്നുമോനെ? സമാധാനത്തോടെ മരിക്കാൻ നിനക്ക് കഴിയുമോ യുവാവേ? അല്ലാ, ഇവിടെയാണ് യൂസുഫ് നബി പോലും ദുആ ചെയ്ത മരണത്തിന്റെ ഗൗരവം. തവഫനി മുസ്ലിമാ വൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹു ഈമാനോടെ മരിപ്പിക്കുമാറാകട്ടെ, ഈമാനോടെ മരിപ്പിക്കുമാറാകട്ടെ. ഞാൻ ചുരുക്കി നിർത്തേ എന്റെ പ്രിയപ്പെട്ടവരെ. ഇസ്രായേലിന്റെ രൂപം ഭൂപരികളെ റോഡിക്കാൻ വരുന്ന അങ്ങനെയല്ല. അള്ളാഹു ആ നല്ല കോലത്തിൽ കാണാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. പക്ഷെ എന്തായാലും ഒന്നുറപ്പിച്ചോ, മരണത്തിന്റെ അസഹ്യമായ വേദന അത് രുചിച്ചിട്ടല്ലാതെ ഈ ലോകത്ത് നിന്ന് പോവില്ല. അത് ചെറിയ വേദന എന്നല്ല, നമ്മൾ വിചാരിക്കണ ചില്ലറ വേദന അല്ല. 300 വാൾ ഒരുമിച്ച് വിട്ട് ഒരേ സ്ഥലത്ത് ഒരുപോലെ ഒരേ നേരം വെട്ടുമ്പോൾ എങ്ങനെ അതേപോലെ
ഇഞ്ചിഞ്ചാക്കി വേദനിക്കപ്പെടുന്ന ഭയാനകം. അതിനപ്പുറം പഠിപ്പിച്ചത് വലിയ കരിമ്പടത്തിലേക്ക് ആ കരിമ്പടത്തെ കൊണ്ടുവന്നിട്ട് വലിയ മുള്ളിലേക്ക് ഇട്ടിട്ട് അതിനെ വലിച്ചു പറിച്ചു കൊണ്ടുപോകുമ്പോൾ ഏത് പ്രകാരം അത് ഉരഞ്ഞു പൊട്ടി തകർന്ന് വലിച്ചെറിയപ്പെടുമോ ഇതേപോലെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പറിച്ചെറിഞ്ഞെടുക്കപ്പെടുന്ന ഭയാനകമായ അവസ്ഥ. എങ്ങനെ റൂഹ് പിടിക്കുക? ഇവിടെന്നാ റൂഹ് വരിക കേട്ടോ, ഇവിടെന്നാ റൂഹ് വരിക. ഇവിടെ നിന്ന് ഇങ്ങനെ റൂഹ് വരും. നമ്മളെ റൂഹല്ലേ ഈ ശരീരം മുഴുവനും. ഈ റൂഹ് ശരീരത്തിൽ എവിടെ നഷ്ടപ്പെടുമോ അവിടെ മരിക്കും. അതിനാ നമ്മൾ എന്താ പറയുക? അതിന് ഒരു കാരണം, ഒരു പേര് പറയുമല്ലോ, എന്താ, സ്തംഭിച്ചു പോയി അല്ലേ? വേറെ പറയില്ല, സ്ട്രോക്ക് വന്നിട്ട് തന്നെ ഒരു പേര് പറയില്ലേ, സ്തംഭിച്ചു പോയി. പിന്നെ വേറെന്തോ ഒരു പച്ച മലയാളം പറയാം നമ്മളെ ഉമ്മമാര് സഹോദരങ്ങൾക്ക് ഉപയോഗിക്കുന്നത്, തളർന്നു പോയി അല്ലേ? എന്താ പറയാ? അവിടെ നിന്ന് റൂഹ് പോയതാ, ആ സ്ഥലത്ത് നിന്ന് റൂഹ് മാറിയതാ, ആ സ്ഥലം മരിച്ചു. അപ്പൊ നമ്മളെ ശരീരം മുഴുവനും റൂഹുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ചലിക്കണത്. നമ്മളെ കാലിന്റെ വിരൽ ചലിക്കണത്, കൈ ചലിക്കണത്, കണ്ണ് കാണുന്നത് ഒക്കെ ഈ റൂഹ് എടുക്കണുണ്ട. ഇത് എവിടെ നിന്ന് മാറോ അവിടെ തീർന്നു. നിശ്ചലായോ, സ്തംഭിച്ചോന്നോ, തളർന്നോന്നോ, എന്തോണോ അതിന് പേര് പറയാം. ഈ റൂഹിനെ ഊരണത് ഇവിടെ നിന്നാണ്. അസ്രായിൽ ഇവിടെ നിന്നൊരു പിടി എങ്ങനെ പിടിക്കാം? ഇവിടെ നിന്ന് ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മുടെ കാൽപാദത്തിന്റെ തള്ളവിരൽ ഉണ്ടല്ലോ, പെരുവിരൽ, അവിടെ മുതൽ റൂഹ് താഴേക്ക് ഇറങ്ങും. ആദ്യം നമ്മുടെ ശരീരത്തിൽ നിന്ന് മരിക്കണത് നമ്മുടെ കാലിന്റെ പെരുവിരലാണ്. അവിടെ നിന്ന് അങ്ങനെ മരിച്ച് കാലിന്റെ കുഴമഴിച്ച് പണ്ടുള്ള ഈ വൈദ്യശാസ്ത്ര, ഈ ആധുനിക മെഡിക്കൽ സയൻസ് ഇത്രത്തോളം പിന്നെ ഈ അടുത്താണല്ലോ വിസ്ഫോടനാത്മക രീതിയിൽ ഇത്രയേറെ വികാസം പ്രാപിച്ചത്. ഇതിനു മുമ്പുണ്ടായിരുന്നൊരു കാലം, നമ്മുടെയൊക്കെ ആ കുട്ടിക്കാലം, ആ കാലത്ത് ഈ നാട്ടിലെ കാരണവന്മാരെയൊക്കെ കൊണ്ടുവന്നിട്ട് എൻ്റെ ഉമ്മാമാക്ക് അനക്കയില്ല, അല്ലെങ്കിൽ മാമാക്ക് അനക്കയില്ല, വാപ്പാക്ക് അനക്കയില്ല, ഒന്ന് വന്ന് നോക്കാൻ പറയുമ്പോൾ ഈ കാരണവന്മാർ വന്നിട്ട് ആദ്യം ഈ കാലിൻ്റെ ഈ പള്ള ഇങ്ങനെ പിടിച്ചു നോക്കുക, അതിൻ്റെ കാലിൻ്റെ അടിഭാഗം പിടിച്ചു നോക്കും. അവിടെ ചൂടുണ്ടോ തണുപ്പുണ്ടോ നിശ്ചലായിട്ടുണ്ടോ എന്ന് അവരവിടെ നോക്കുക. ആദ്യം അവിടെ മരിക്കുക. അവിടെ നിന്ന് അങ്ങനെ റൂഹ് പിടിച്ച് കാലിൻ്റെ മുട്ട് മരിക്കും. അവിടെ നിന്നും അങ്ങനെ റൂഹ് പിടിച്ച് എളി മരിക്കും. അവിടെ നിന്നും പിടിച്ച് നെഞ്ചു മരിക്കും. അവിടെ നിന്നും മുകൾ പോട്ടെത്തുമ്പോഴാ ഒരു വലിയൊക്കെ വലിച്ച് അങ്ങനെ നിൽക്കും. അപ്പൊ ബാക്കിയുള്ളവർ പറയും സക്കറാത്ത എന്ന് പറയുന്ന വലിയുണ്ടല്ലോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. കണ്ണുമൊക്കെ തുറന്നു പിടിച്ച്, പിന്നെ ഈ തുറന്ന കണ്ണ് അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഈ സംസമിന്റെ കണമൊക്കെ ഒഴിച്ചു കൊടുത്താൽ അത് വായിൽ ഇങ്ങനെ കെട്ടിയിരിക്കും. അങ്ങനെ കെട്ടിയെടുത്തിട്ട് കളകളാ സൗണ്ടൊക്കെ കേട്ട് പതിയെ ചിലപ്പോൾ ഒന്ന് ഇറക്കിയെന്നായി, ചിലപ്പോൾ അതങ്ങനെ നിൽക്കലായി, ചിലപ്പോൾ ഉള്ളി കിടക്കുന്നതൊക്കെ പുറത്തേക്ക് ഒഴുകലായി ഒക്കെ വരുന്ന ആ സമയം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദര, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിന്റെ റൂഹെടുക്കാൻ തീരുമാനിച്ച ഒരു സ്ഥലമുണ്ട്. അത് നടു റോഡാണെങ്കിൽ നടു റോഡിൽ നീ വീണേ പറ്റൂ. നീ പ്രവാസിയായി തന്നെ തീരണമെന്നാണ് അള്ളാഹുവിന്റെ നിശ്ചയമെങ്കിൽ നീ പ്രവാസിയായേ പറ്റൂ. നീ അന്യ സംസ്ഥാനത്തിൽ വെച്ച് മരണപ്പെടണമെന്ന് അല്ലാഹുവിന് നിശ്ചയമുണ്ടെങ്കിൽ നീ ആ സമയത്ത് അന്യ സംസ്ഥാനത്തിലേക്ക് യാത്ര ചെയ്യേണ്ട ഒരു കാരണം നിർബന്ധമായി വന്നു ചേരും സഹോദരാ. ഇത് അബൂറബീന്റെ വാക്കല്ല, ഇത് പടച്ച റബ്ബിന്റെ തീരുമാനമാണ്. അല്ലാഹുവിന്റെ മുത്തുനബിയുടെ പ്രഖ്യാപനമാണ്. ഇതാ ഖലല്ലാഹുൽ അബ്ദ അൻ യമൂത ബിഅർളിൻ ജഅല ലഹു ഇലൈഹാ ഹാജ. നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എപ്പോഴും റബ്ബിനോട് തേടിക്കോ, പടച്ചോനെ അവന് തിരുത്താൻ കഴിയുമല്ലോ. അതുകൊണ്ട് റബ്ബിനോട് പറഞ്ഞു, എപ്പോ എന്നെ മരിപ്പിച്ചാലും ഈമാനോടെ മരിപ്പിക്കണേ റബ്ബേ. നമ്മൾ ആഗ്രഹങ്ങളുള്ളത് റബ്ബിനോട് പറഞ്ഞു. പലരും അങ്ങനെ പറയുന്നുണ്ട്, സുജൂദിൽ കിടന്ന് മരിക്കാൻ അല്ലേ. ഈ അടുത്ത് ഉംറയ്ക്ക് പോയപ്പോ ഒരു വലിയ ആലിമ് ഇവനോടൊപ്പം ഉണ്ടായിരുന്നു. ആ ആലിമിന് അവിടെ വെച്ച് മദീനയിൽ വെച്ച് നെഞ്ചുവേദന വന്നിട്ട് സഹിക്കാൻ കഴിയാത്ത വേദന, ഇപ്പൊ 2 മാസമേ ഉള്ളൂ. ഈ സഹിക്കാൻ കഴിയാത്ത നെഞ്ചുവേദന കൊണ്ട് നെഞ്ച് പുടം പൊട്ടുമ്പോ അദ്ദേഹം ചെയ്യുന്ന ദുആ, എനിക്ക് എന്റെ ഭാര്യയെ കാണണം, എനിക്ക് എന്റെ മക്കളെ കാണണം, എനിക്ക് എന്റെ കുടുംബത്തെ കാണണമെന്നല്ല, ഒരൊറ്റ ദുആ, പടച്ചവനെ മദീനയുടെ പുണ്യ റൗളയിൽ വെച്ച് എന്നെ അവസാനിപ്പിക്കാനുള്ള മരണത്തിന്റെ മണം മണക്കുന്ന വേദനയാണ് എന്റെ നെഞ്ചിന്റെ ഉള്ളറയിൽ നിന്ന് ഈ പൊട്ടി വിടർന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഈമാനോടുകൂടി അല്ലാഹുവിന്റെ മുത്തുനബിയുടെ ആദർശമായ മടിത്തട്ടിൽ എന്നെ നിശ്ചലമാക്കണേ റബ്ബേ. പരിശുദ്ധമായ മുത്തുനബി കിടക്കുന്ന പരിശുദ്ധമായ റൗളയുടെ ഓരത്തുള്ള വിശാലമായ ജന്നത്തുൽ ബഖീയിലെ ആയിരക്കണക്കിന് വരുന്ന വിശ്രമ സങ്കേതങ്ങളിൽ എവിടെയെങ്കിലും 1 അടി മണ്ണിവന് നീ കീറിത്തരണേ തമ്പുരാനെ. എന്റെ പ്രിയപ്പെട്ടവരാലോചിക്ക്, എപ്പോ മരിക്ക, എവിടെ വെച്ചാ മരിക്ക അറിയോ?
الله كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار فأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. എന്റെ പെങ്ങളെ, കരള് പൊട്ടി റബ്ബിനോട് യാചിക്കുമോളെ, ഈമാനോടെ അല്ലാതെ എന്നെ മരിപ്പിക്കരുതേ അല്ലാ. സ്വർഗം കാണിച്ചിട്ടല്ലാതെ എന്നെ മരിപ്പിക്കരുതേ അല്ലാ. എന്റെ പൊന്നുമോൾക്കറിയുമോ, ചെറിയ ചെറിയ പ്രയാസത്തിന്റെ പേരിൽ പോലും ആത്മഹത്യ ജീവിതത്തിന്റെ പരിഹാരമായി, വേദനയുടെ പരിഹാരമായി 2023 അഭിനവ സമുദായ മക്കളിലെ നല്ലൊരു കൂട്ടം പെൺകുട്ടികൾ അവരുടെ ജീവിതത്തിന്റെ അവസാന പിടിവള്ളിയായി കരുതുമ്പോ, എന്റെ പൊന്നുമോളെ, ഈ ഐഹിക ലോകത്ത് അല്ലാഹു പരീക്ഷണം തരും, പല വിധത്തിലുള്ള വേദനകൾ തരും. അതിന്റെ പേരിൽ ചിന്തിക്കല്ല പെങ്ങളെ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, കരുകരുത്ത ഈമാനുള്ള ചെറുപ്പക്കാരിൽ നിന്ന് പോലും ആത്മഹത്യയുടെ ചിന്തിക്കാൻ കഴിയാത്ത വിവരങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോ എപ്പോഴും മനമുരുകി റബ്ബിനോട് ദുആ ചെയ്യുക. അല്ലാഹുമ്മ തവഫനി മുസ്ലിമാ വൽഹിഖ്നി ബിസ്സാലിഹീൻ. ഒരു ശൈത്താന ചതിയിലും എന്നെ പെടുത്തരുതേ അല്ലാ. ഒരു ആത്മഹത്യ ചിന്തിക്കുന്ന ഗതികേടിലേക്കും എന്നെ തള്ളരുതേ അല്ലാ. എന്നെ മുസ്ലിമായിട്ടല്ലാതെ മരിപ്പിക്കരുതേ അല്ലാ. എന്റെ അവസാനത്തെ നാവിന്റെ ചലനത്തിൽ നിന്ന് ജന്മമെടുക്കുന്ന പ്രഖ്യാപനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തന്നെയാക്കണേ അല്ലാ. റബ്ബിനോട് ദുആ ചെയ്യ് പ്രിയപ്പെട്ടവരെ. എവിടെ വെച്ചാ മരിക്കുക നമുക്കറിയൂല. അല്ലാഹുവിന്റെ മുത്തുനബി പരിശുദ്ധമായ മദീനയുടെ ഓരത്തുകൂടി നടക്കുന്നു. മദീനയുടെ ഓരത്തുകൂടി നടക്കുമ്പോ അല്ലാഹുവിന്റെ മുത്തുനബി മദീനയുടെ ഓരത്ത് വെച്ച് ഒരു ഖബറ് കുടിക്കുന്ന രംഗം കാണുന്നു. അല്ലാഹ്, മദീനക്കാരിൽ നിന്ന് ആരും മരിച്ച വിവരം അല്ലാഹുവിന്റെ മുത്തുനബിക്ക് കിട്ടിയിട്ടില്ല. മുഹാജിറുകളിൽ നിന്നാരും മരിച്ച വിവരം അല്ലാഹുവിന്റെ മുത്തുനബിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഖബറ് കുടിക്കുന്നുണ്ട്. ആർക്കാണ് ഖബറ് കുടിക്കുന്നത്? ആരോ മരിച്ചിട്ടുണ്ടല്ലോ. അല്ലാഹുവിന്റെ മുത്തുനബി കുടിമാടം ഒരുക്കുന്നവരുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലുന്നു. എന്നിട്ട് മുത്ത് റസൂലുള്ള ചോദിച്ചു, ആർക്കാണടോ ലിമൻ ഹാദൽ ഖബറ? ആർക്ക് വേണ്ടിയാണ് ഈ ഖബർ ഒരുക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് ഈ കുടിമാടം കുടിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് പച്ചമണ്ണ് കുത്തുന്നത്? ഉടനെ ബഹുമാനത്തോടുകൂടി അല്ലാഹുവിന്റെ മുത്തുനബിയോട് ഉത്തരവാദിത്തപ്പെട്ടവരെ തിരിച്ചു പറഞ്ഞു, ലിറജുലിൻ മിനൽ ഹബ്ശ. നബിയെ, മദീനക്കാരനല്ല, മദീനയിലെ സ്വദേശിയല്ല, അങ്ങ് ഹബ്ശക്കാരനായ അബ്സീനിയക്കാരനായ ഒരു മനുഷ്യനെ മണ്ണിലെത്തിയിട്ടുണ്ട്. അയാൾ ഇവിടെ വെച്ച് മരിച്ചു റസൂലുള്ളാഹ്. അയാളെ മയ്യത്ത് മറമാടാനാണ് ഈ ഖബറ് കുടിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ മുത്ത് നബിയോട് പറയുമ്പോ ഇമാം തിർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാ. അല്ലാഹുവിന്റെ മുത്ത് നബി അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞ ഒരു വാക്കുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് സീഖ മിൻ അർളിഹി ഹത്താ ദുഫിനല്ലതി ഖുലിഖ മിൻഹാ. എന്റെ പെങ്ങളെ ശ്രദ്ധിച്ചോ, ഇത് അബൂ റബീന്റെ വാക്കല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഇത് അബൂ റബീന്റെ വാക്കല്ല.
ജീവിതത്തിൽ ഒരിക്കലും കള്ളത്തരത്തിന് വേണ്ടി നാവ് ചലിപ്പിക്കാത്ത, സത്യത്തിന്റെ ധർമ്മം എന്തെന്ന് ലോകത്തെ ജീവിതം കൊണ്ട് നാവ് കൊണ്ട് പഠിപ്പിച്ച ലോകത്തിന്റെ അജയ്യനായ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഖ്യാപനമാണ് സീഖ മിൻ അർളിഹി ഹത്താ ദുഫിനല്ലതി ഖുലിഖ മിൻഹാ. അങ്ങ് അബസീനെ എന്ന രാജ്യത്ത് ജീവിച്ചു കൊണ്ടിരുന്ന അടിമയെ അള്ളാഹു മരിപ്പിക്കാൻ വേണ്ടി മദീനയിലേക്ക് കൊണ്ടുവന്നുവോ? ഈ മദീനയിൽ മറമാടാൻ വേണ്ടി അബസീനയിൽ ജനിച്ച അള്ളാഹുവിന്റെ അടിമയെ അബസീനയിൽ കുടുംബം അള്ളാഹുവിന്റെ മുത്തുനബി ആ ഖബറ് കണ്ട് പറയുമ്പോ, എന്റെ പൊന്നുമ്മ, മരണത്തെക്കുറിച്ചുള്ള എന്റെ ഉമ്മാടെ മോഹം അത് നടന്നുകൊള്ളണമെന്നില്ല ഉമ്മ. മയ്യത്തുങ്കര പള്ളിയുടെ ഓരത്തുള്ള സ്വന്തം മകന്റെ വീട്ടിൽ നിസ്കാരപ്പായിൽ കിടന്നെനിക്ക് മരിക്കണമെന്ന് എന്റെ ഉമ്മാടെ മോഹം നടക്കുമോ എന്നറിയില്ല ഉമ്മ. എന്റെ പൊന്ന് സഹോദരാ, എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി എനിക്ക് പരിശുദ്ധമായ ഹറമിലെത്തിയിട്ട് അവിടെ മരിക്കണമെന്ന് കഅബ കണ്ട് കിടക്കണമെന്ന് മോഹിക്കുന്ന നിന്റെ മോഹം നടക്കുമോ എന്നറിയൂല സഹോദരാ. അതുകൊണ്ട് റബ്ബിനോട് തേടുക, അല്ലാഹുമ്മ തവഫനി മുസ്ലിമാ വൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മരിക്കുമ്പോൾ ഈമാൻ സലാമത്തായി മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നൽകുമാറാകട്ടെ. മരണം ഒരു വലിയ വിഷയമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അവസാനം എന്താവുമെന്ന് വലിയ ചിന്തയുണ്ടാവും, പേടിക്കേണ്ട വിഷയം. ഒരാഴ്ച 2 ആഴ്ചയാവും ഏകദേശം. ഞങ്ങളെ തിരുവനന്തപുരം ജില്ലയിൽ, ഇത് കൊല്ലം ജില്ലയിൽ, തിരുവനന്തപുരം ജില്ലയിലെ അറിയപ്പെടുന്ന ഒരു മഹല്ലിലെ ഒരു സഹോദരന്റെ മയ്യത്ത് മറമാടപ്പെട്ടതിന്റെ വേദനയും വ്യാകുലതയും ഇപ്പോഴും ആ നാട്ടുകാർക്കുണ്ട്. എന്താണെന്നറിയോ? അവിടെ എൻ്റെ യുവാക്കളെ, എൻ്റെ സഹോദരിമാരെ, നമ്മളാരും അതിലൊന്നും പെടൂല എന്നൊന്നും ചിന്തിക്കരുത്. നമ്മുടെ അവസാനം എന്താവുന്നൊന്നും അറിയില്ല. അങ്ങനത്തെ ഒരു കാലത്ത് കൂടിയിട്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്ത് കാത്തിരിക്കുക. അവിടെ ഈ മഹല്ലിന്റെ കീഴിൽ ഒരു തക്യാവുണ്ട്. ആ തക്യാവിന്റെ ഏത് കാര്യത്തിനും ഓടി നടക്കുന്ന ഒരു നല്ല ചെറുപ്പക്കാരൻ. അതാണ് വല്ലാതെ വേദനിച്ചു പോയത്. മഹല്ലിന്റെ ഈ തക്യാവിന്റെ ഏത് കാര്യത്തിനും ഈ കരുകരുത്ത ചെറുപ്പക്കാരൻ ഓടി നടക്കും. എന്ന് മാത്രമല്ല, ആ പള്ളിയിൽ ജമാഅത്ത് നിസ്കാരം നടക്കണമെങ്കിൽ ഈ യുവാവ് വേണം. അലങ്കാരമായി പറഞ്ഞാൽ അതിന് മാത്രം പള്ളിയിൽ വന്ന് തക്യാവിലെ ജമാഅത്തിൽ പങ്കെടുക്കുന്ന സഹോദരൻ, അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ ആ തക്യാവുമായി ബന്ധപ്പെട്ട, ആ മഹല്ലുമായി ബന്ധപ്പെട്ട ഉസ്താദുമാരാണ്. അങ്ങനത്തെ ഒരു നല്ല തഖ്വയുള്ള ചെറുപ്പക്കാരൻ. എന്റെ യുവാക്കളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോ, യുവമക്കൾ പ്രത്യേകം. സാമ്പത്തികമായി ഈ ഓൺലൈൻ ബിസിനസ്സിൽ ഈ പ്രിയപ്പെട്ട കുട്ടി ചെന്ന് പെട്ടു. 36 വയസ്സുള്ള ചെറുപ്പക്കാരൻ. ആ ഭാര്യയുടെ സഹോദരൻ തന്നെ എന്നെ വിളിച്ചിട്ട് എന്നോട് പറയണം, ഈ ഭാര്യ ഇയാളെ കുറിച്ച് പറഞ്ഞ് കരയുമ്പോ പോലും പറയുന്ന വാക്ക്, ഇത്രയും വർഷത്തെ ജീവിതത്തിനിടയിൽ ഒരു തവണ പോലും ദേഷ്യത്തോടെ അവളുടെ മുഖത്ത് നോക്കിയിട്ടില്ല. അങ്ങനത്തെ നമ്മളെ ഭാഷയിൽ പറഞ്ഞ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പച്ചപ്പാവം മനുഷ്യൻ. ഒരു ചെറിയ മോളുണ്ട്. ഈ മകളെ തന്നെ തലയിലെടുത്ത് വെച്ച് കൊണ്ടുനടക്കുന്ന, അത്രത്തോളം സ്നേഹിച്ചു കൊണ്ടുനടക്കുന്ന യുവാവ ഈ ഓൺലൈൻ ബിസിനസ്സിൽ ചെന്ന് പെട്ടു, അതിന്റെ ചതിയിൽ. അതുകൊണ്ട് എന്റെ യുവമക്കളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചോ. പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ ഇരട്ടിക്കിരട്ടി ലാഭം കിട്ടുമെന്നൊക്കെ കാണുമ്പോൾ, അതൊക്കെ കേൾക്കുമ്പോൾ അതിന്റെ ആ പഞ്ചാര വാക്കുകളിൽ മയങ്ങിയിട്ട് വീണു പോകരുത് കേട്ടോ. അവസാനം അതിൽ നിന്ന് തടിയൂരാനും രക്ഷപ്പെടാനും വേണ്ടിയിട്ട് പിന്നെ മറ്റൊരാൾ നിന്ന് കടം മറിച്ചു, പിന്നെ പലിശക്കെടുത്തു, പിന്നെ വട്ടിപ്പലിശയായി, അവസാനം കടം കയറി അവസാനം നിക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോ ഈ ദീനിയായ ചെറുപ്പക്കാരൻ ചെയ്ത പണി എന്താണെന്നറിയോ എന്റെ പ്രിയപ്പെട്ടവരെ? സത്യത്തിൽ ഞെട്ടിപ്പോയി ആ വാർത്ത കേട്ടപ്പോ. അവസാനം രക്ഷപ്പെടാൻ വഴിയില്ലെന്ന് സ്വയം ചിന്തിച്ചിട്ട് ശൈത്താന്റെ ചതിയിൽ പെട്ടിട്ട് കുരുടാൻ കഴിച്ച് ആത്മഹത്യ ചെയ്തു. അന്നും നിസ്കരിച്ച സഹോദരനാണ്. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ആ പൊന്നുമോൻ അള്ളാഹു തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. നമുക്ക് അതല്ലേ പറയാനുള്ളൂ. ഒരു നല്ല വാക്ക് പോലും അല്ലാതെ പറയാനില്ലാത്ത വിധം ഭീകരമായി പോയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വിചാരിക്കുന്നിടത്തല്ല കാര്യങ്ങൾ.
നമ്മൾ വിചാരിക്കുന്നിടത്തല്ല കാര്യങ്ങൾ. അതുകൊണ്ട് എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്ത് കാത്തിരിക്കുക, ഈമാനോടെ മരിക്കാൻ വേണ്ടി തന്നെ കൊതിക്കുക, അതിന്റെ പണിയെടുക്കുക. അതല്ലാത്ത പണികളിലേക്ക് വീഴരുത്. അല്ലാഹു ഈമാനോടെ മരിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. അങ്ങനെ കുറേ ദീനുമായി ബന്ധപ്പെട്ട മുമ്പ് ഇങ്ങനെയുള്ള ആത്മഹത്യകൾ കേട്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ ആ ദീനുമായി ബന്ധപ്പെട്ട അങ്ങനെ കുറച്ച് ആത്മഹത്യയുടെ വാർത്തകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ മനസ്സ് അങ്ങനെയും ഉരുകെ. അതുകൊണ്ട് എപ്പോഴും റബ്ബിനോട് പറയുക, എൻ്റെ അന്ത്യം നന്നാക്കി തരണേ, അന്ത്യം നന്നാക്കി തരണേ എന്ന് റബ്ബിനോട് എപ്പോഴും ചോദിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്രായീൽ ഒരു ദിവസം 70 തവണ നമ്മളെ നോക്കേ. നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മൾ ആലോചിക്കാറുണ്ടോ? ഇല്ല. നമ്മളിങ്ങനെ കളിച്ച് തിരിച്ചിങ്ങനെ രസിച്ചിങ്ങനെ ജീവിക്കണം അല്ലേ? ഇന്നത്തെ ശനിയാഴ്ച രാവിലെ മുതൽ ഇത്രയും നേരമായിട്ട് 10:30 മണിയോളായി. ഈ 10:30 മണി വരെ നമ്മൾ ഒരുപാട് പേരെ കണ്ടു, നമ്മളെയും ഒരുപാട് പേര് കണ്ടു. നമ്മൾ ചിരിച്ചു, സംസാരിച്ചു, ക്ഷേമം അന്വേഷിച്ചു, ഒക്കെ നടന്നു. പക്ഷേ നമ്മൾ ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും ആകാശത്തിരുന്നു കൊണ്ട് മരണത്തിന്റെ ദൂതനാകുന്ന സാക്ഷാൽ മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാം ഈ പകലിനിടയിൽ ഒരു 10-40 തവണ നമ്മളെ നോക്കിയിട്ടുണ്ട്. എന്റെ ഉമ്മാനെ നോക്കുന്നുണ്ട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നോക്കുന്നുണ്ട്. അതാവാ 24 മണിക്കൂർ സമയം തീരുന്നതിനിടയിൽ 70 തവണ അസ്രായീൽ നമ്മളെ നോക്കും. എല്ലാ ദിവസവും നോക്കുന്നുണ്ട്. ഇത് ഏത് നോട്ടോ? നമ്മളെ കൈ കിടക്കണ വാച്ചോ, നമ്മുടെ മോതിരമോ, നമ്മുടെ വാഹനമോ, നമ്മളെ ഡ്രസ്സോ, നമ്മൾ പൂച്ചുന്ന അത്തറിന്റെ മണമോ, നമ്മളെ ചെരുപ്പോ, നമ്മളെ കണ്ണടയോ ഒന്നും അല്ല ഈ നോക്കണത്. പിന്നെയോ ഇവൻ മരിക്കാനായോ, ഇവളും മരിക്കാനായോ? അത്ര ശ്രദ്ധ പുള്ളിക്ക്. പുള്ളിയുടെ ശ്രദ്ധ തെറ്റൂല, അത്ര ഗൗരവത്തില. ഇവൻ മരിക്കാനായോ, ഇവളും മരിക്കാനായോ എന്ന തരത്തില് അസ്രായീൽ അലൈഹിസ്സലാം ഓരോ ദിവസവും 70 തവണ എന്റെ യുവാവേ നിന്നെ നോക്കുന്നുണ്ട്. മരണം മണക്കുന്ന നോട്ടമാണ് പൊന്നുമോനെ. നീ ചിന്തിച്ചില്ലയല്ലേ, ഏതെങ്കിലും ഒരു നോട്ടത്തിൽ നിന്റെ കരാളഹസ്തം നിന്റെ കൊരവള്ളി പിടഞ്ഞു വീടും പൊന്നുമോനെ. പിന്നെ നിലവിളിച്ചിട്ട് ബലമില്ല, പിന്നെ കരഞ്ഞിട്ട് ബലമില്ല, പിന്നെ കെഞ്ചിയിട്ട് ബലമില്ല. എന്റെ പൊന്നു പെങ്ങളെ, അള്ളാഹനെ പേടിച്ചുകൊണ്ട് നഫീസത്തുൽ മിസ്രിയമാരുടെ പാതിരാത്രി പോലും അള്ളാഹുവിനെ ഓർത്തും മരണം നന്നാകാൻ വേണ്ടിയിട്ടും പൊട്ടിക്കരഞ്ഞ് ജീവിച്ചുവെങ്കിൽ എന്റെ പൊന്നുമോള് തയ്യാറായിട്ടുണ്ടോ പെങ്ങളെ? മയ്യത്തുങ്കര പള്ളിയുടെ ഓരത്തുള്ള നൂറുകണക്കിന്റെ ഭൂമിനീങ്ങൾ വിശ്രമിക്കുന്ന ഖബർസ്ഥാനിൽ എവിടെയെങ്കിലും നിനക്കൊരു പിടി കുടിമണ്ണ് തീർത്തു തരുമ്പോ അതിന്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് കിടക്കേണ്ട രംഗത്ത് നീ ചിന്തിച്ചിട്ടുണ്ടോ പൊന്നുമോളെ? അല്ലാ അല്ലാ, വിഷയം ചെറുതല്ല സഹോദരാ, വിഷയം ചെറുതല്ല ഉമ്മ. ഓരോ ദിവസവും 70 തവണ അസ്രായീലിന്റെ ഉമ്മാനെ നോക്കുന്നുണ്ട്. ഉമ്മ, ഇത് അബൂ റബീന്റെ വാക്കല്ല, മഹാനായ അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു തന്റെ ഇഹ്യായിലൂടെ പരിചയപ്പെടുത്തി തരുമ്പോൾ എങ്ങനെ നമ്മൾ ഇങ്ങനെ രസിച്ച് ജീവിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലുമൊക്കെ കരുതിയിട്ടുണ്ടോ നാളത്തേക്ക് വേണ്ടി? കരുതി വെച്ചോ. ഇല്ലെങ്കിൽ എല്ലാരും പോകുന്നുണ്ട് അല്ലേ? ഓരോ ദിവസമായിട്ട് ഓരോരുത്തർ ഇങ്ങനെ പോകെ. ഇനി പോകേണ്ടത് നമ്മളാ. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, ഫാത്തിമ ബീബി വഫാത്തായി. അല്ലാഹുവിന്റെ മുത്തനബി വഫാത്തായതിന്റെ വേദന സ്വഹാബത്തിന് എരിഞ്ഞടങ്ങുന്നതിന് മുമ്പ്, അഥവാ 6 മാസമായിട്ട് അങ്ങനെ അതിനിടയിലാ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വഫാത്ത്. ഈ വഫാത്തും കൂടെ ആയപ്പോഴത്തേക്ക് അലി ഇബ്നു അബീ താലിബ് തങ്ങൾക്ക് കരള് പൊട്ടുന്ന വേദനയായി, ലോകത്ത് ഒറ്റപ്പെട്ട വേദനയായി. അങ്ങനെ ഉണ്ടല്ലോ ഒരു വേദന. ഈ വേദന സഹിക്കാൻ കഴിയാതെ പ്രിയപ്പെട്ട ഭാര്യയുടെ മയ്യത്ത്, ഫാത്തിമ ബീവിയുടെ മയ്യത്ത് മറമാടിയതിന്റെ ശേഷം അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു തിരിച്ചു വീട്ടിലെത്തി. കരയാനും വയ്യ, കരയാതിരിക്കാനും വയ്യ. നെഞ്ചകം മുഴുവനും വേദനയുടെ ഭാരം കൊണ്ട് താങ്ങാൻ കഴിയാത്ത, ലോകത്ത് ഒറ്റപ്പെട്ടു പോയ ഒരു മാനസികാവസ്ഥ. അവർ തമ്മിലുള്ള ജീവിതം അത്ര വലിയ ബന്ധമായിരുന്നല്ലോ. അങ്ങനെ വീട്ടിനകത്ത് കയറിയിട്ട് വാതിലടച്ചിട്ട് അവിടെ നിന്നുകൊണ്ട് അലി തങ്ങൾ സ്വന്തം ശരീരത്തോടെ വാഴ പറഞ്ഞതാ, ഫാത്തിമ ബഅദ അഹ്മദി ദലീലുൻ അലാ അല്ലാ യദൂമ ഖലീലു. ചങ്ക് പൊട്ടുന്നുണ്ടോ? ഫാത്തിമ എന്നതിന്റെ ശരീരത്തോട് ഒട്ടി നിന്ന
ധാർമ്മികമായി എല്ലാ അനുഭൂതികളും തന്ന പ്രിയപ്പെട്ടവരുടെ വേർപെടൽ അലിയെ ലോകത്ത് നിന്നെ ഒറ്റപ്പെടുത്തി കളഞ്ഞു എന്ന വേദനയിലേക്ക്, വിരഹത്തിലേക്ക് നിന്നെ തള്ളുന്നുണ്ടോ? ഫാത്തിമ ബീവിയും മരണപ്പെട്ട് അലിയേ, അല്ലാഹുവിന്റെ മുത്തുനബിയും വഫാത്തായി അലിയേ. ഇതിൽ നിന്ന് നീ പഠിക്കേണ്ട വലിയൊരു പാഠമുണ്ട്. എത്ര പിരിയാത്ത ബന്ധമാണെങ്കിലും പടർന്നു പോകുന്ന മരണം അവർക്കിടയിൽ അകലങ്ങളെ സൃഷ്ടിക്കും അലിയേ. അതുപോലെ നീയും മരിക്കും അലിയേ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സ്വന്തം ശരീരത്തോടെ വാഴ പറഞ്ഞുവെങ്കിൽ ആ മരണം ഇന്നല്ലെങ്കിൽ നാളെ എന്റെ ഉമ്മയിലേക്ക് വന്നെത്തും. ഉമ്മ, എന്റെ സഹോദരനിലേക്ക് വന്നെത്തും. സഹോദരാ, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മ ആ മരണത്തിന്റെ വേദന ഒന്ന് ലഘൂകരിച്ച് കിട്ടാൻ കരുതിയിട്ടുണ്ടോ സഹോദരാ? അല്ലാ അൽ മാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തിദ് ദുനിയാ വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബാ وخير أملا ويوم نسير الجبال وترى الأرض بارزة وحشرناهم فلم نغادر منهم أحدا. അല്ലാഹു ഈമാൻ സലാമത്താക്കി തരുമാറാകട്ടെ. മരണത്തിന്റെ ദൂതന്മാരെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല അല്ലേ? പക്ഷെ അവർ വന്നിട്ടുണ്ടോ? മരണത്തിന്റെ ദൂതന്മാരാരെങ്കിലും ഈ മരണ സമയത്ത് ഈ റൂഹ് പിടിക്കാൻ അസ്റായിൽ മാത്രമാണെന്ന് കരുതരുത്. നമ്മൾ അങ്ങനെ വിചാരം അസ്റായിൽ റൂഹ്. അസ്റായിൽ എന്ന് പറയുന്നത് അതിന്റെ മെയിൻ ആള് അസ്റായിൽ ആയതുകൊണ്ടാണ്, ചീഫ്. അസ്റായിൽ മാത്രമല്ല നമ്മളെ റൂഹ് പിടിക്കാൻ പറഞ്ഞത്. പിന്നെയോ 900ഓളം മലക്കുകൾ ഉണ്ടാവുന്ന നമ്മളെ റൂഹ് വലിച്ചു പറിച്ചു കൊണ്ടുപോകാൻ 900ഓളം മലക്കുകൾ അസ്റായിലിന്റെ കൂടെ നമ്മളെ മുൻപിൽ വരും. അവരെ ഈ കണ്ണുകൊണ്ട് നമുക്ക് കാണാം. ആത്മാവിന്റെ തെളിഞ്ഞ കണ്ണുകൊണ്ട് നമ്മൾ കാണും അവരെ. നമ്മളെ മുമ്പിലിരുന്ന് കരയണ വാപ്പായെ, ഉമ്മായെ, സഹോദരങ്ങളെ, ബന്ധുക്കളെ, മക്കളെ ഒന്നും അല്ല നമ്മൾ കാണുക. നമ്മൾ കാണുന്നത് ഇവരെയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. 300 മലക്കുകൾ വരുന്ന, അതല്ല 900ഓളം മലക്കുകൾ വരുന്ന. ഇരിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, പക്ഷെ മരണം നമ്മിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ അതിന് മുമ്പല്ലേ നമ്മിൽ ഏതെങ്കിലും മരണത്തിന്റെ മലക്കുകൾ വന്നിട്ടുണ്ടോ? എന്തു പറയും? ഇല്ല. ഉണ്ടെങ്കിൽ ഞാൻ മരിക്കണ്ടേന്നാ നമ്മൾ പറയാ അല്ലേ? എന്നാ വന്നിട്ടുണ്ട്, ഒരുപാട് തവണ വന്നിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ രോഗം വരാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതുവരെ രോഗം വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മുമ്പിൽ വന്നിട്ടില്ല. അതല്ലാതെ രോഗം ആർക്കൊക്കെ വന്നിട്ടുണ്ടോ അവരെ മുമ്പിലൊക്കെയും മരണത്തിന്റെ ദൂതൻ വന്നിട്ടുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി